നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുപ്പിറവി ആഘോഷത്തിൽ ലോകം, നാടെങ്ങും ആഘോഷ നിറവ്. പാതിരാ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ, പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. സൗദിയിൽ നിക്ഷേപകരെ സഹായിക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. നടപടി നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന്. കോടതി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ പ്രധാന മേഖലകളിലെ സർക്കാർ ഏജൻസികളോട് അഭിപ്രായം തേടി. കുവൈറ്റിലെ പോളിയോ വൈറസ് ലാബിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പരിശോധനയിൽ ലബോറട്ടറിക്ക് 100% കാര്യക്ഷമത റേറ്റിംഗ്. നഴ്സിംഗ് മേഖലയെ സർക്കാരിന്റെ തൊഴിൽ സംരംഭ പട്ടികയിൽ ഉൾപ്പെടുത്തി കുവൈറ്റ്. തീരുമാനം സാമൂഹിക ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിൽ നഴ്സിംഗ് മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദി. തിരുവനന്തപുരം നേമം സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്ത് കണ്ടെടുക്കാനോ കേസെടുക്കാനോ തയ്യാറാകാതെ അധികൃതർ. തട്ടിപ്പ് പുറത്തുവന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിച്ചവർ ദുരിതത്തിൽ. അമൃത ന്യൂസ് സ്പെഷ്യൽ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വയനാട് സ്വദേശിനി വിജയ് ജോഷിതയും. ഖേൽരത്നയ്ക്ക് ശുപാർശ നൽകുന്നതിൽ തന്റെ ഭാഗത്തുനിന്ന് പിഴവുണ്ടായെന്ന് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വെള്ളി മെഡൽ ജേതാവ് മനു ഭാക്കർ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം ഫെബ്രുവരി 23 ദുബായിൽ. സന്തോഷത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ്. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ആഘോഷത്തിലാണ് നാടും നഗരവും. മനുഷ്യരിലുള്ള തിന്മയെ അകറ്റി നന്മയ്ക്ക് കരുത്തേകാനാണ് ദൈവം മനുഷ്യനായി പിറന്നതെന്നാണ് വിശ്വാസം. നന്മയ്ക്കായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി ദൈവപുത്രൻ പിറവിയെടുത്തു. ലോകത്തെ രക്ഷിക്കാൻ ദൈവപുത്രൻ പിറക്കുമെന്നും അവനെ യേശു എന്ന് വിളിക്കണമെന്നും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മാലാഖ പ്രവചിച്ചുവെന്നാണ് വിശ്വാസം. കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനെ കാണാൻ ആദ്യമെത്തിയത് ആട്ടിടയന്മാരായിരുന്നു. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ഓരോ ക്രിസ്മസ് കാലവും. ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന അടയാളങ്ങളാണ് പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് ട്രീയും. വർണ്ണക്കടലാസും അലങ്കാരങ്ങളും സമ്മാനങ്ങളും നിറഞ്ഞു നിൽക്കും. ചുവപ്പ്, പച്ച, സ്വർണ്ണനിറം, വെള്ള എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളാണ് പ്രധാനമായും ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. വെള്ള ശാന്തിയെയും സമാധാനത്തെയും, ചുവപ്പ് യേശുവിന്റെ തിരുരക്തത്തെയും, പച്ച മരണാനന്തര ജീവിതത്തെയും, സ്വർണ്ണനിറം രാജകീയതയും സൂചിപ്പിക്കുന്നു. ക്രിസ്മസ് രാവിൽ കരോൾ ഗാനവും സമ്മാനങ്ങളുമായി സാന്താക്ലോസും എത്തും. എങ്ങും സന്തോഷവും ആഘോഷവും മാത്രം. ആഹ്ലാദവും ഭക്തിയും വിശ്വാസവും ഇഴചേർന്ന് മനുഷ്യഹൃദയങ്ങൾ ക്രിസ്തുവിന് പിറക്കാൻ ഇടമൊരുക്കുന്ന സുന്ദരവും അപൂർവവുമായ അനുഭൂതിയുടെ വേള കൂടിയാണ് നക്ഷത്രത്തിളക്കമുള്ള ക്രിസ്മസ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങിയ ദൈവപുത്രനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. തിരുവനന്തപുരത്തെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനയും പാതിരാ കുർബാനയും നടന്നു. KB ശ്യാമപ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, തിരുപ്പിറവിയുടെ ആഘോഷത്തിലാണല്ലോ വിശ്വാസികൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തിരുപ്പിറവി കർമ്മങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ വിവിധ ദേവാലയങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ
3 ദേവാലയങ്ങളിലും വളരെ ആയിരക്കണക്കിന് വിശ്വാസികൾ തന്നെയാണ് പാതിരാ കുർബാനകളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒപ്പം തന്നെ ലൂർദ് ഫെറോന പള്ളിയിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടും ഈ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലും തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാലും പാതിരാ കുർബാനയിൽ ഭക്തിനിർഭരമായ കുർബാനയിൽ നിരവധി വിശ്വാസികൾ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. ദേവാലയങ്ങളിലെ ഒരുക്കിയിട്ടുള്ള ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ ദൃശ്യങ്ങളും ചില ദൃശ്യങ്ങളെല്ലാം തന്നെ ദേവാലയത്തിലെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സഭാധ്യക്ഷന്മാരുടെ എല്ലാം തന്നെയാണ് തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിനും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിനു പുറമെ വിവിധ പള്ളികളിലുമെല്ലാം തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകളും തിരുപ്പിറവി കർമ്മങ്ങളും നടന്നു. എന്തായാലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ തിരുപ്പിറവി കർമ്മങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തത്. ഇന്ന് രാത്രിയും പുലർച്ചയോളം തന്നെ ഈ പാതിരാ കുർബാനയിലടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം രാവിലെയോടുകൂടി തന്നെയും ഈ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. എന്തായാലും ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോഴും ഈ ഒരു ക്രിസ്മസ് സന്ദേശം ഉയർത്തിക്കൊണ്ട് വിവിധ പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ശരി ശ്യാമപ്രസാദ്. ഇപ്പോൾ ലക്ഷ്മി കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മി, മലബാറിൽ എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ? പാതിരാ കുർബാനയിലടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തല്ലോ അല്ലേ? മായ, ക്രിസ്തുവിന്റെ ജനനം അനുസ്മരിച്ചുകൊണ്ട് കോഴിക്കോട്ടെ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ക്രമങ്ങളും അതുപോലെ തന്നെ പാതിരാ കുർബാന ഇപ്പോൾ നടക്കുകയാണ്. ഇവിടെ ആദ്യം ഒരു തീജ്വാല ശുശ്രൂഷ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു തീജ്വാല ശുശ്രൂഷ നടന്നതിന് ശേഷം ഈ പള്ളി വലം വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പാതിരാ കുർബാന ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ ാണ്. ഇവിടെ നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഫാദർ ബേസിൽ ഏലിയാസ് തൊണ്ടയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയം മാത്രമല്ല, കോഴിക്കോട് ദേവമാത കാത്തീഡ്രലിൽ ബിഷപ്പ് ചക്കാലിക്കൽ വർഗീസ് ചക്കാലിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേവമാത കാത്തീഡ്രലിൽ ഈ ഒരു പാതിരാ കുർബാന നടക്കുന്നത്. അതുപോലെ തന്നെ താമരശ്ശേരി ഇതുപോലെ തന്നെ പാതിരാ കുർബാന നടക്കുന്നുണ്ട്. ഏതായാലും വിശ്വാസികളെല്ലാം തന്നെ ക്രിസ്മസ് ആഘോഷത്തിലാണ്. ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, എന്തൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ? മായ, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളത്തെ വിവിധ ദേവാലയങ്ങളിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ജനലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പൊതുസമൂഹമാണ് ദേവാലയങ്ങളിൽ എത്തിയിരുന്നത്. നിരവധി ജനലക്ഷങ്ങളാണ് ഈ പള്ളികളിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഏതാണ്ട് 11 മണിയോടെ വിവിധ ദേവാലയങ്ങളിൽ ഈ പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് 12 മണിയോടെയാണ് പ്രത്യേക കുർബാന ആരംഭിച്ചത്. യാക്കോബായ സഭ, അതുപോലെ തന്നെ ലത്തീൻ സഭ, അതുപോലെ തന്നെ സിറോ മലബാർ സഭ തുടങ്ങിയ സഭകളിലെ സഭാ തലവന്മാരാണ് എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ചത്. 12 മണിയോടെ പ്രത്യേക കുർബാന നടന്നു. അതിനുശേഷം വിവിധ പള്ളികളിലായി മറ്റ് കലാപരിപാടികളും മറ്റ് കലാസന്ധ്യകളും അരങ്ങേറിയിരുന്നു. അതിനുശേഷമാണ് പൊതുസമൂഹം അല്ലെങ്കിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം കുടുംബങ്ങളിലേക്ക് പോയത്. സഭാ തലവന്മാരാണ് ഇത്തരത്തിൽ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകിയത്. മറ്റ് ചടങ്ങുകളും അതിനുശേഷം വിവിധ പള്ളികളിലായി നടന്നിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇത്തരത്തിൽ എറണാകുളത്തെ വിവിധ പള്ളികളിലേക്ക് എത്തിച്ചേർന്നത്. മായ, ശരി, ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. സൗദിയിൽ വർദ്ധിച്ചു വരുന്ന നിക്ഷേപകരെ സഹായിക്കാൻ രാജ്യത്ത് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനാണ് പ്രത്യേക കോടതികൾ ആരംഭിക്കുന്നത്. നിക്ഷേപ മന്ത്രാലയം ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് അയച്ച കത്തിലാണ് ഈ വിവരമുള്ളത്. ഇത്തരത്തിലുള്ള കോടതി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നറിയാൻ നിരവധി പ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികളോടും അഭിപ്രായം തേടിയിട്ടുണ്ട്.
അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുള്ള സൗദി അറേബ്യയുടെ നയതന്ത്ര കാര്യാലയം പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. ഞായറാഴ്ച മുതലാണ് പ്രവർത്തനം തുടങ്ങിയത്. താലിബാൻ അധികാരത്തിലേറിയതിനു പിന്നാലെ രാജ്യത്തെ സാഹചര്യങ്ങൾ അസ്ഥിരമായതിനെ തുടർന്ന് 2021 ഓഗസ്റ്റ് 15-നാണ് സൗദി എംബസി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത്. അഫ്ഗാനിസ്ഥാൻ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് 2021 നവംബറിൽ തന്നെ കോൺസുലർ സേവനങ്ങൾ തുടർന്നിരുന്നു. അഫ്ഗാൻ മാനവിക സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കിങ് സൽമാൻ റിലീഫ് സെന്റർ വഴി വിവിധ പദ്ധതികൾ അഫ്ഗാനിൽ ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നവംബറിലെ പ്രാദേശിക പണപ്പെരുപ്പ സൂചികയിൽ 2.36% വാർഷിക വർധനവുണ്ടായതായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ. CSB ഡാറ്റ പ്രകാരം പൊതു ഉപഭോക്തൃവില സൂചിക നവംബറിൽ 134.6-ലെത്തി. ഒക്ടോബറിനെ അപേക്ഷിച്ച് 0.15% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പല പ്രധാന വിഭാഗങ്ങളിലെയും ഉയർന്ന വിലയാണ് ഈ വർധനവിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഗൃഹോപകരണങ്ങൾ, മെയിൻ്റനൻസ് ഉപകരണങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, വിവിധ ചരക്കുകളും സേവനങ്ങളും എന്നിങ്ങനെ പല വിഭാഗങ്ങളിലും വില ഉയർന്നിട്ടുണ്ട്. അതേസമയം ഗതാഗത ചെലവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 1.89% കുറഞ്ഞു. കുവൈറ്റിലെ പോളിയോ വൈറസ് ലാബിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പൊതുജനാരോഗ്യ വകുപ്പിന് കീഴിലുള്ള പോളിയോ വൈറസ് റഫറൻസ് ലബോറട്ടറി ലോകാരോഗ്യ സംഘടനയുടെ പ്രാവീണ്യ വിലയിരുത്തൽ പ്രോഗ്രാമിന്റെ ഭാഗമായി പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പരിശോധനയിൽ 2024 ലബോറട്ടറിക്ക് 100% കാര്യക്ഷമതാ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. പോളിയോ വൈറസിനെതിരായ പോരാട്ടത്തിൽ ഫലങ്ങളുടെ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനും രോഗനിർണയത്തിൽ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രായോഗികമാക്കുന്നതിനുമുള്ള ലബോറട്ടറിയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ നഴ്സിംഗ് മേഖലയെ ആദ്യമായി സർക്കാരിന്റെ തൊഴിൽ സംരംഭ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദി. സാമൂഹിക ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിൽ നഴ്സിംഗ് മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ പരിപാലന രംഗത്തെ നൂതന ഭാവി പരിവർത്തനം എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നഴ്സുമാരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സർവകലാശാലകളുമായി സഹകരിച്ചുകൊണ്ട് ശാസ്ത്രീയവും പ്രായോഗികവുമായ പ്രത്യേക കോഴ്സുകൾ സംഘടിപ്പിക്കും. തൊഴിൽപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ സേവന ഗുണനിലവാരം ഉയർത്തുന്നതിനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജിദ്ദയിൽ പ്രവാസിയായ അലി അരിക്കത്ത് സംവിധാനം ചെയ്ത ദ ലൈഫ് എന്ന ഡോക്യുമെന്ററി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PM ഷാഹ് ഫൗണ്ടേഷൻ കീഴിൽ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന 13ാമത് ഫിലിം ഫെസ്റ്റിവലിൽ ഡോക്യുമെന്ററി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. വിവിധ കാരണങ്ങളാൽ സമൂഹം പുറംതിരിഞ്ഞു നിൽക്കുന്ന അധസ്ഥിതരുടെയും നിരാലംബരുടെയും കണ്ണീരണിഞ്ഞ കഥകളും അവരും സമൂഹത്തിലെ ഉന്നതരും ഉത്തമരും ആണെന്ന പൊതുബോധ്യം പ്രേക്ഷകരിലുണ്ടാക്കാൻ ഏറെ പരിശ്രമിച്ച ഡോക്യുമെന്ററിയാണ് ദ ലൈഫ്. 2018 നാസർ തിരുനിലത്തിന്റെ നിർമ്മാണത്തിലാണ് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത്. 4 വിദേശ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഡോക്യുമെന്ററി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പൂനെയിൽ നടന്ന ചടങ്ങിൽ അലി അരിക്കത്ത് അവാർഡും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി യൂണിവേഴ്സൽ ഐഡൽ എന്ന പേരിൽ ദുബായിൽ മ്യൂസിക് റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നു. ദുബായിലെ മുഹമ്മദ് റഫി ഫാൻസ് ക്ലബ്ബും HMC ഇവന്റ്സും ചേർന്ന് അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് അൽ ഹസൻ ബിൻ അലി ആൽ നുഐമിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. ആദ്യ ഓഡീഷൻ ഈ മാസം 28-29 തീയതികളിൽ ദുബായിൽ നടക്കും. ഇന്ത്യയിൽ നടക്കുന്ന ഓഡീഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരടക്കം ഫെബ്രുവരി 22 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹിന്ദി ഗാനങ്ങൾ ആലപിക്കാൻ കഴിയുന്ന ഏത് രാജ്യത്തു നിന്നുള്ളവർക്കും പ്രായലിംഗഭേദമെന്നേ മത്സരത്തിൽ പങ്കെടുക്കാം. ഗായകരായ അലി കുലി മിർസ, ആരവ് ഖാൻ, സംഘാടകരായ ഷക്കീൽ ഹസൻ, ജോദ സിംഗ്, ജിതേന്ദർ സിംഗ്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായി നേമം സഹകരണ ബാങ്കിലെ ക്രമക്കേട് മാറുകയാണ്. ബാങ്കിലെ ഭരണസമിതിയും മുൻ സെക്രട്ടറിമാരും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ വായ്പ നൽകിയതിന്റെ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തത് കോടികളാണ്. തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനോ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനോ അധികാരികൾ വിമുഖത കാട്ടുന്നു. തട്ടിപ്പ് പുറത്തു വന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനായില്ല. അമൃത ന്യൂസ് സ്പെഷ്യൽ.
110 കോടി രൂപയുടെ നിക്ഷേപമുള്ള നേമം സഹകരണ ബാങ്കിൽ 40 കോടിയോളം രൂപ മാത്രമാണ് വായ്പയായി നൽകിയിട്ടുള്ളത്. 70 കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ സെക്രട്ടറിമാരും ഭരണസമിതിയിലെ ചിലരും അനധികൃതമായി വായ്പ നൽകിയതും ഒരു ജാമ്യത്തിൽ പല ചിട്ടിത്തുകകൾ നൽകിയതുമാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിനു പുറമെ മുൻ സെക്രട്ടറിമാർ വേണ്ടപ്പെട്ടവരുടെ പേരിൽ വായ്പകൾ നൽകിയതായി വ്യാജരേഖയുണ്ടാക്കി. പല രേഖകൾ പോലും ഇപ്പോൾ കാണാനില്ല. നേമം സഹകരണ ബാങ്ക് ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് അല്ല എന്നതിനാൽ കളഞ്ഞുപോയ രേഖകൾ ഒന്നും കണ്ടെത്താനുമാകുന്നില്ല. 360-ലേറെ പേർ ബാങ്കിന്റെ തട്ടിപ്പിനിരയായി. ഇവരിൽ 3.5 കോടി രൂപ വരെ നിക്ഷേപിച്ചവരും ഉൾപ്പെടുന്നു. നേമം പോലീസ് 376 FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അഴിമതി കാട്ടിയവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി സർക്കാരിന് നൽകുന്ന ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തി പ്രതികളെ പിടികൂടാനോ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനോ പോലീസ് ഇപ്പോഴും തയ്യാറാകുന്നില്ല. തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്ന് 6 മാസം പിന്നിട്ടിട്ടും കാര്യക്ഷമമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. 2 സെക്രട്ടറിമാർ വീടുപൂട്ടി ഒളിവിലാണ്. സഹകരണ വകുപ്പിലെ 22 ഓഡിറ്റർമാരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടും സമരത്തെ തുടർന്ന് ആ ഉത്തരവും രജിസ്ട്രാർ തടഞ്ഞിരിക്കുകയാണ്. ബാങ്കിന് മുന്നിലും സെക്രട്ടേറിയറ്റ് നടയിലും സമരം തുടർക്കഥയായിട്ടും സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട സാധാരണക്കാർ ഇപ്പോഴും പെരുവഴിയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനനിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി വനം വകുപ്പ്. കരട് ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് വ്യവസ്ഥകളിൽ തിരുത്തുവരുത്തുന്നത്. ഇതോടെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞു. പ്രതിപക്ഷവും സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും എതിർപ്പറിയിച്ചിരുന്നു. അതേസമയം നിയമവ്യവസ്ഥയുടെ മലയാള പരിഭാഷ വനം വകുപ്പ് പുറത്തിറക്കി. 1961 വനനിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നതിനായാണ് നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് സർക്കാർ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. ഇതിൽ നിരവധി നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ഭേദഗതികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നതും കർഷകരുടെയും വനവാസികളുടെയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢലക്ഷ്യത്തോടെ ഉള്ളതാണെന്നുമാണ് ആക്ഷേപമുയരുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ വാറന്റല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പിഴത്തുകയിൽ 5 ഇരട്ടിയുടെ വർധനവ് തുടങ്ങിയവയിലാണ് കുടിയേറ്റ കർഷകരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഈ മാസം 31 അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷം അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നു തന്നെ പ്രതിഷേധം ഉയരുകയും ഇക്കാര്യം ഉന്നയിച്ച് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്ത സാഹചര്യത്തിലാണ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നത്. അതേസമയം നിയമ ഭേദഗതി വ്യവസ്ഥകളുടെ മലയാള പരിഭാഷ വനം വകുപ്പ് ഉടൻ പുറത്തിറക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വനം വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണർ പദവിയിലേക്ക് മാറും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ കേരള ഗവർണർ. ഗോവയിൽ നിന്നുള്ള നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹിമാചൽ മുൻ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയെ മണിപ്പൂർ ഗവർണറായും നിയമിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയിട്ടുണ്ട്. മിസോറാം ഗവർണർ ഡോക്ടർ ഹരി ബാബു ഒഡീഷയുടെ ഗവർണറാകുമെന്നും ജനറൽ VK സിംഗ് മിസോറാം ഗവർണറാകുമെന്നും രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. വനനിയമ ഭേദഗതിയിൽ കർഷക സമൂഹത്തിന് ഹാനികരമായ യാതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ടു പോകും. കരട് ബില്ല് പ്രസിദ്ധീകരിച്ചത് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടിയാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒന്നും ചെയ്യണ്ടല്ലോ, ഇതാണ് ഇങ്ങനെ, ഇതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്താൽ പോരാ. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആളുകളെ അഭിപ്രായം മനസ്സിലാക്കി, വിവിധ സംഘടനകളുടെ അഭിപ്രായം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും കുറേ മാറ്റങ്ങൾ ഏത് ബില്ലിനും നിയമസഭയിലെത്തിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായില്ലേ. അതിനാണല്ലോ ചർച്ച. ആ ചർച്ചയിൽ നീതിയുക്തവും ശരിയായമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടി വരുമല്ലോ. അത്രയേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഇതൊന്നുമില്ല. ഇപ്പോൾ കോഴിക്കോട് DMO തർക്കത്തിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ്. ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആയി നിയമിച്ച് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ഡോക്ടർ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ഹാജരാകാനും നിർദ്ദേശം.
ഡിസംബർ 9 ഇറക്കിയ സ്ഥലംമാറ്റ ഉത്തരവുകൾ നടപ്പിലാക്കാനാണ് തീരുമാനം. ഉത്തരവിന് പിന്നാലെ ഡോക്ടർ ആശാദേവി ചുമതലയേറ്റു. ആരോഗ്യവകുപ്പിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനവുമുണ്ട്. ഡിഎംഒമാരുടെ ട്രാൻസ്ഫറുകൾ നടത്തിയത് വേണ്ടത്ര ആലോചിക്കാതെയാണെന്നാണ് വിമർശനം. 7 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് ഡിസംബർ 9 ഉത്തരവ് പ്രകാരം കോഴിക്കോട് ഡിഎംഒ ഡോക്ടർ എൻ രാജേന്ദ്രനെ തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചിരുന്നു. പകരം എറണാകുളം ഡിഎംഒ ആയിരുന്ന ഡോക്ടർ ആശാദേവിയെ കോഴിക്കോടും നിയമിച്ചു. ഡിസംബർ 10 ഡിഎംഒ ആയി ഡോക്ടർ ആശാദേവി കോഴിക്കോട് ചുമതലയേറ്റെടുത്തത്. അന്ന് തന്നെ ഡോക്ടർ രാജേന്ദ്രൻ സ്ഥാനമൊഴിയുകയും ചെയ്തു. എന്നാൽ ഡിസംബർ 12 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും സ്ഥലമാറ്റ ഉത്തരവിൽ സ്റ്റേ വാങ്ങിയ ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും ഡിഎംഒയായി കോഴിക്കോടെത്തി. ആ സമയം തിരുവനന്തപുരത്ത് ഔദ്യോഗിക യോഗത്തിന് പോയതായിരുന്നു ആശാദേവി. തുടർന്ന് ലീവിൽ പോയ ആശാദേവി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ കാലാവധി കഴിഞ്ഞതോടെ ഇന്നലെ ചാർജ് എടുക്കാനായി വീണ്ടും ഓഫീസിലെത്തി. എന്നാൽ കസേരയൊഴിയാൻ ഡോക്ടർ രാജേന്ദ്രൻ തയ്യാറായില്ല. സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്നും അരങ്ങേറിയത്. രാവിലെ തന്നെ ഇരുവരും ഓഫീസിലെത്തി ഒരേ റൂമിൽ ഇരുന്നപ്പോൾ 2 ജീവനക്കാരും ആകെ കുഴപ്പത്തിലായി. അമൃത ന്യൂസ്, കോഴിക്കോട്. സുനാമി ദുരന്തത്തിൽ മരവിച്ച മനസ്സുമായി അവശേഷിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയെന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഭീതിയുടെ തിരയിളക്കം നിലയ്ക്കാത്ത മനുഷ്യ മനസ്സുകളിൽ പ്രതീക്ഷയും ശാന്തിയും നിറച്ച് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും മാതാ അമൃതാനന്ദമയി മഠവും സ്വയം പര്യാപ്തതയുടെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകി. അന്നത്തെ ആ മികച്ച മാതൃക മഠം ഇന്നും തുടരുകയാണ്. സുനാമിക്ക് ശേഷം ദുരിതബാധിതരെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ബുദ്ധിമുട്ടുകൾ ചെറുതായല്ല വലച്ചത്. ഡോക്ടർമാർ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിച്ചു. ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ കടലെടുത്ത ജീവനുകളേക്കാൾ ഏറെ കരയിൽ ഇനിയും ജീവനുകൾ സ്വയം ഇല്ലാതാകുമെന്ന് അമ്മ മനസ്സിലാക്കി. ഭയത്തിന്റെ കരിനിഴൽപ്പാടുകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് നീക്കാൻ അമ്മ പ്രത്യേക സംഘത്തെ സജ്ജമാക്കി. വിദഗ്ധ ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരുമടങ്ങുന്ന സംഘം സുനാമി ഗ്രാമങ്ങളിലെ വീടുകളിലും ക്യാമ്പുകളിലുമെത്തി കൗൺസിലിംഗ് ആരംഭിച്ചു. കടൽ കണ്ടു വളർന്ന തീരദേശത്തെ കുട്ടികൾ സുനാമിക്ക് ശേഷം വെള്ളത്തെ വല്ലാതെ ഭയന്നു തുടങ്ങിയപ്പോൾ അമ്മ നേരിട്ട് അവരെ നീന്തൽ പരിശീലിപ്പിച്ച് ഭയമകറ്റി. കുട്ടികളെ ഒന്നിച്ചു ചേർത്ത് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ധ്യാനവും യോഗയും പരിശീലിപ്പിച്ചും ആ നശിച്ച ദിവസത്തെ മറക്കാൻ അമ്മ പഠിപ്പിച്ചു. പഠിക്കാനും വരയ്ക്കാനും വേണ്ടവയൊക്കെ നൽകി വീണ്ടും അവരെ സ്കൂളിലേക്ക് അയച്ചു. സമ്പാദ്യമത്രയും കടലെടുത്തതോടെ മക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ വരെ അസ്തമിച്ച മാതാപിതാക്കൾക്കും അമ്മ താങ്ങായി. പൊന്നും പുടവയും നൽകി മക്കളെ സുമംഗലികളാക്കി. കടൽ മാത്രം വരുമാനമാർഗമായിരുന്ന മത്സ്യത്തൊഴിലാളികളെ മറ്റു തൊഴിലുകളും അഭ്യസിപ്പിച്ചു. വനിതകളെ തുന്നലും കമ്പ്യൂട്ടറും പാരാമെഡിക്കൽ കോഴ്സുകളും മറ്റു സ്വയം തൊഴിലുകളും പരിശീലിപ്പിച്ചു. യുവാക്കളെ ഡ്രൈവിംഗും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികളുമൊക്കെ പഠിപ്പിച്ചു. അമൃതയുടെ പല സ്ഥാപനങ്ങളിലായി ഇവരിൽ പലർക്കും തൊഴിലും നൽകി. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പുതിയ ബോട്ടുകൾ വാങ്ങി നൽകി. സുനാമിക്ക് ശേഷം ആശ്രമം രൂപം നൽകിയ സ്വയം തൊഴിൽ സംഘങ്ങൾ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ മാതൃകാ വനിതാ കൂട്ടായ്മയായ അമൃതശ്രീയായി പേരെടുത്തിരിക്കുന്നു. സുനാമിക്ക് ശേഷം തുടങ്ങിയ സഹായങ്ങളുടെ തുടർച്ച ഇന്നും ആശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നിരവധി യുവതീ യുവാക്കൾക്ക് മംഗല്യഭാഗ്യവും നിർധനർക്കും അശരണർക്കും വേണ്ട സഹായങ്ങളും വിതരണം ചെയ്യുന്നു. സുനാമിക്ക് ശേഷം വാടിത്തളർന്ന ജീവിതങ്ങളിൽ ആത്മവിശ്വാസം പകർന്ന പ്രതീക്ഷയുടെ പച്ചപ്പ് നിറച്ച അമ്മ ഇവരുടെ കൺകണ്ട അമൃതേശ്വരിയാകാതിരിക്കുന്നത് പിന്നെങ്ങനെയാണ്? സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. ചരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമലയിൽ മണ്ഡല മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 26-നാണ് മണ്ഡല പൂജ. തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭക്തരെ ആരെയും തിരിച്ചയക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും.
ദേവസ്വം മന്ത്രി VN വാസവൻ ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 11 മണിക്ക് ഹരിവരാസനത്തോടെ നടയടയ്ക്കും. 26 രാവിലെ 12-നും 12:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കും. തുടർന്ന് ഹരിവരാസനത്തോടെ നടയടയ്ക്കുമ്പോൾ ഇത്തവണത്തെ മണ്ഡല മഹോത്സവം സമാപിക്കും. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആരെയും തിരിച്ചയക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് ശേഷം 26-ന് അടയ്ക്കുന്ന ശബരിമല പിന്നീട് 30-ന് വൈകിട്ട് മകരവിളക്കിനായി തുറക്കും. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പമ്പാസംഗമം നടത്താൻ തീരുമാനിച്ചതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. 2018-ന് ശേഷം ആദ്യമായാണ് പമ്പാസംഗമം നടത്തുന്നത്. ജനുവരി 12-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ പമ്പാസംഗമം നടക്കും. മന്ത്രി VN വാസവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നടൻ ജയറാം മുഖ്യാതിഥിയായിരിക്കും. 2018-ന് ശേഷം, അതായത് പ്രളയത്തിന് ശേഷം, നമുക്ക് കോവിഡിന് ശേഷം പമ്പാസംഗമം നടത്തിയിരുന്നില്ല. അതൊരു വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് തുടങ്ങുകയാണ്. പമ്പാസംഗമം ഇടവേളയ്ക്ക് അതിന് മുമ്പ് 3 ദിവസമാണ് സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊന്ന് തുടങ്ങി വയ്ക്കുകയാണ്. ജനുവരി 12 2 മണി മുതൽ പമ്പാസംഗമം ആരംഭിക്കും. ജനുവരി 14-ന് സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്ന അയ്യപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് പ്രകാശനവും നടക്കും. അതേസമയം 26-ന് സൂര്യഗ്രഹണം മൂലം ശബരിമല നട അടച്ചിടുമെന്നത് വ്യാജ പ്രചരണമാണെന്നും ഇതിൽ സൈബർ പോലീസിന് ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയിൽ നാളെ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിൽ നിയന്ത്രണങ്ങൾ. തങ്കയങ്കി ഘോഷയാത്രയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. അതിനാൽ രാവിലെ 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഘോഷയാത്ര വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേർന്ന ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചാൽ 5 മണിക്ക് നട തുറക്കും. തുടർന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ദീപാരാധനയ്ക്ക് ശേഷമേ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടാവുകയുള്ളൂ. വൈകിട്ട് 6:40-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ദീപാരാധന കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കുക. മലയാളി താരം VJ ജോഷിത അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി. കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പ് നേടിയ ഇന്ത്യൻ അണ്ടർ-19 ടീം അംഗമാണ് ജോഷിത. ജനുവരിയിൽ മലേഷ്യയിലാണ് ലോകകപ്പ് നടക്കുക. വയനാട്ടുകാരിയായ ജോഷിത കേരളത്തിന്റെ അണ്ടർ-19 ടീം ക്യാപ്റ്റനാണ്. ഖേൽരത്ന വിവാദത്തിൽ പ്രതികരണവുമായി ഒളിമ്പിക്സ് ഷൂട്ടിംഗിലെ വെള്ളി മെഡൽ ജേതാവ് മനു ഭാക്കർ. ഖേൽരത്ന നാമനിർദ്ദേശം നൽകുന്നതിൽ തന്റെ ഭാഗത്തുനിന്നും പിഴവുണ്ടായെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മനു ഭാക്കർ പറഞ്ഞു. രാജ്യത്തിനായി മത്സരിക്കുകയാണ് തന്റെ ചുമതല. പുരസ്കാരങ്ങൾ പ്രചോദനമാണെങ്കിലും തന്റെ ലക്ഷ്യമല്ലെന്നവർ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മനു ഭാക്കറിന്റെ പേര് ഖേൽരത്ന ശുപാർശ പട്ടികയിൽ ഉൾപ്പെടാത്തത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മനു ഭാക്കറിന്റെ പ്രതികരണം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.